കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന്റെ ദയനീയ പരാജയത്തിന് കാരണം ബി.ജെ.പിയുടെ ബി ടീമാണ് എന്ന ആരോപണവുമായി കോൺഗ്രസും അതിൻ്റെ സഖ്യകക്ഷികളും രംഗത്ത് വന്നിരിക്കുകയാണ്. ഇത്തവണ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ വോട്ട് ഭിന്നിപ്പിച്ച ബി.ജെ.പിയെ വിജയിപ്പിച്ചു എന്ന ആരോപണം നേരിടുന്ന ഓൾ ഇന്ത്യ മജ്ലിസ് പാർട്ടി എന്ന AIMIM അതിൻ്റെ നേതാവ് അസദുദ്ദീൻ ഒവൈസിയുമാണ് ബി.ജെ.പിക്ക് ന്യൂനപക്ഷ മേഖലകളിൽ പോലും ഇത്ര വലിയ വിജയം സമ്മാനിച്ചതെന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇത്തവണ 28 സീറ്റിലാണ് ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥികൾ മൂന്നാമതെത്തുന്ന സാഹചര്യമുണ്ടായത്. ഒരു സീറ്റിൽ നാലാമതെത്തുന്ന സാഹചര്യവും ഉണ്ടായി. അതിനു പുറമെ AIMIM എന്ന ബി.ജെ.പിയുടെ ബി ടീം എന്ന വിളിപ്പേര് കേട്ട പാർട്ടി ഇത്തവണ മത്സരിച്ചത് മഹാരാഷ്ട്രയുടെ ന്യൂനപക്ഷ ബെൽറ്റിലെ 16 സീറ്റുകൾ. അതിൽ ഒരു സീറ്റ് മാത്രമാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത്. അത് മലേഗാവ് സെൻട്രൽ മാത്രമാണ്. അവിടെ 200ഓളം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് മാത്രമായിരുന്നു ആ AIMIM സ്ഥാനാർത്ഥിയുടെ വിജയം. അവിടെയും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്താണ്. മറ്റ് പല മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിലും AIMIM ഒന്നുകിൽ രണ്ടാമതോ മൂന്നാമതോ അല്ലെങ്കിൽ അഞ്ചാമതോ വന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ ബി.ജെ.പിയോ അതിൻ്റെ സഖ്യകക്ഷികളോ വിജയിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതായത് AIMIM ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി ഭിന്നിപ്പിച്ച ന്യൂനപക്ഷ മേഖലയിൽ പോലും മഹാരാഷ്ട്രയിൽ ബി.ജെ.പിയുടെ വിജയം ഉറപ്പാക്കി എന്നാണ് കോൺഗ്രസും സഖ്യകക്ഷികളും ആരോപിക്കുന്നത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദയനീയമായ പരാജയമാണ് ഇത്തവണ മഹാരാഷ്ട്രയിൽ നേരിടേണ്ടി വന്നത്. മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ മുന്നേറ്റമൊക്കെ കാഴ്ചവെച്ച് 13 സീറ്റുകൾ പിടിച്ചടക്കിയ പാർട്ടിയായിരുന്നു കോൺഗ്രസ്. ആ കോൺഗ്രസിന് ഇത്തവണ എന്ത് സംഭവിച്ചു എന്ന ചോദ്യമാണ് പലരും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ചോദിക്കുന്നത്. അതിന് അവരുടെ പരാജയത്തിൻ്റെ ഒരു കാരണം ചെറു പാർട്ടികൾ വോട്ട് ഭിന്നിപ്പിച്ചതും അതോടൊപ്പം തന്നെ AIMIM പോലെയുള്ള മുസ്ലിം സംഘടനകൾ വോട്ട് ഭിന്നിപ്പിച്ചതുമാണ് എന്നതാണ് കോൺഗ്രസിൻ്റെയും ഇന്ത്യ സഖ്യത്തിൻ്റെയും ആരോപണം. AIM ഇത്തവണ 16 സീറ്റുകളിൽ മത്സരിച്ചെങ്കിലും ഒരു സീറ്റിൽ മാത്രമാണ് അവർക്ക് വിജയിക്കാൻ സാധിച്ചത്. 5 മണ്ഡലങ്ങളിൽ അവർ രണ്ടാമത് വന്നു, 3 മണ്ഡലങ്ങളിൽ മൂന്നാമതും 6 മണ്ഡലങ്ങളിൽ നാലാമതും വന്നു. ഒരു മണ്ഡലത്തിൽ അവർ 5ാം സ്ഥാനത്തായിരുന്നു. ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ വിജയിച്ചത് ബി.ജെ.പി സ്ഥാനാർത്ഥികളോ അല്ലെങ്കിൽ ശിവസേന ഷിൻഡെ വിഭാഗമോ അല്ലെങ്കിൽ ബി.ജെ.പിക്കൊപ്പമുള്ള NCP അജിത് പവാർ വിഭാഗം സ്ഥാനാർത്ഥികളോ ആണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുൻപ് കഴിഞ്ഞ ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സമാനമായ രീതിയിൽ വോട്ട് ഭിന്നിപ്പിക്കാൻ ന്യൂനപക്ഷ മേഖലയിൽ AIMIM എന്ന പാർട്ടി ഉണ്ടായിരുന്നു എന്ന ആരോപണം കോൺഗ്രസ് അന്ന് തന്നെ ഉന്നയിച്ചിരുന്നു. ഇത്തവണയും അതേ ആരോപണവുമായി കോൺഗ്രസ് രംഗത്ത് വരുമ്പോൾ ഇതിനൊരു മറുപടിയുമായി AIMIM രംഗത്തെത്തിയിട്ടുണ്ട്. AIMIM പറയുന്നത് ന്യൂനപക്ഷ മേഖലയിൽ തങ്ങൾക്കാണ് സ്വാധീനമെന്നും അവിടെ സ്ഥാനാർത്ഥികളെ നിർത്തി വോട്ട് ഭിന്നിപ്പിച്ചത് കോൺഗ്രസും സഖ്യകക്ഷികളുമാണെന്നാണ് അവരുടെ ആരോപണം. സംഭവം എന്തു തന്നെയായാലും ഇത്തവണ ബി.ജെ.പി വമ്പൻ വിജയമാണ് മഹാരാഷ്ട്രയിൽ നടത്തിയിരിക്കുന്നത്. എന്നാൽ മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ദേശീയ മാധ്യമമായ ദി വയർ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ആർട്ടിക്കിളിലൂടെ പങ്കുവച്ചിരുന്നു. മഹാരാഷ്ട്രയിൽ ഇത്തവണ ഇലക്ഷൻ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം ആകെ പോൾ ചെയ്തതിനേക്കാൾ 5,04,313 വോട്ടുകൾ അധികം എണ്ണുന്ന സാഹചര്യം മഹാരാഷ്ട്രയിൽ ഉണ്ടായിട്ടുണ്ട്. 288 അംഗ നിയമസഭയിൽ 8 മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ കുറവ് വോട്ടാണ് എണ്ണിയതെങ്കിൽ 280 മണ്ഡലങ്ങളിൽ പോൾ ചെയ്തതിനേക്കാൾ അധികം വോട്ട് എണ്ണുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതേ സംഭവങ്ങൾ മഹാരാഷ്ട്രയിൽ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും നടന്നിരുന്നു. അതായത് പോൾ ചെയ്ത വോട്ടും എണ്ണുന്ന വോട്ടും തമ്മിൽ ഒന്നുകിൽ കൂടുതലാവുകയോ കുറവാവുകയോ ചെയ്യുന്ന സാഹചര്യം ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ഇലക്ഷൻ പ്രക്രിയകൾ സുതാര്യമല്ലായിരുന്നു എന്ന ആരോപണവുമായി കോൺഗ്രസ് ഇതിനോടകം തന്നെ രംഗത്തിറങ്ങിക്കഴിഞ്ഞു. എന്തായാലും കോൺഗ്രസിനും അതിൻ്റെ സഖ്യകക്ഷികൾക്കും വലിയ തിരിച്ചടിയാണ് ഇത്തവണ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അതിന് ഒരു കാരണം മജ്ലിസ് പാർട്ടിയാണ് എന്ന കാര്യം സംശയമില്ലാതെ തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു.